സമൂഹത്തിൽ അവരെ എങ്ങനെ ഇടപെടുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കണ്ടെത്തലുകളൊക്കെ ഇതിന്റെ പിന്നിൽ എന്താണ്, എങ്ങനെയാണ് ഈ സാമൂഹിക മനഃശാസ്ത്രജ്ഞർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ അതിലേക്കാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ അക്കാഡമിക് ലേഖനങ്ങളും സ്റ്റഡി മെറ്റീരിയൽസും വെച്ചിട്ട് ഈ ഗവേഷണ രീതികളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ കേൾക്കുന്ന സോഷ്യൽ സൈക്കോളജി കണ്ടെത്തലുകൾ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം, അത് മനസ്സിലാക്കാൻ ഈ രീതികളെക്കുറിച്ച് അറിയണം. അതെ, വെറുതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോമൺ സെൻസ് അതിനപ്പുറം എങ്ങനെയാണ് ശരിക്കും ശാസ്ത്രീയമായിട്ടൊരു നിഗമനത്തിലെത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോൾ സാമൂഹിക മനഃശാസ്ത്രത്തിൽ ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം കണ്ടെത്താൻ പല വഴികളുണ്ട്, പല രീതികളുണ്ട്. പ്രധാനമായിട്ടും എങ്ങനെ ഡേറ്റ, അതായത് വിവരങ്ങൾ ശേഖരിക്കുന്നു, പിന്നെ ആ കിട്ടിയ ഡേറ്റയെ എങ്ങനെ വിശകലനം ചെയ്യുന്നു, ഇങ്ങനെ 2 ഘട്ടങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ ഡേറ്റ കളക്ഷൻ, വിവരശേഖരണം, അതെങ്ങനെയൊക്കെയാണ്? ആളുകളെ വെറുതെ നോക്കിയിരിക്കുകയാണോ, അതോ ചോദ്യം ചോദിക്കുകയാണോ? ഈ പേപ്പേഴ്സിൽ പലതും പറയുന്നുണ്ടല്ലോ. അതെ, പല വഴികളുണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നേരിട്ട് നോക്കിയിരുന്ന് മനസ്സിലാക്കാം. അതാണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം. അല്ലെങ്കിൽ അവരോട് ചോദ്യാവലികൾ കൊടുത്ത് പൂരിപ്പിക്കാൻ പറയാം, ക്വസ്റ്റ്യനർ, അഭിമുഖങ്ങൾ നടത്താം, ഇന്റർവ്യൂസ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിച്ച് പരീക്ഷണങ്ങൾ നടത്താം, എക്സ്പെരിമെന്റ്സ്. ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ, ഡേറ്റ, അത് വെറുതെ കൂട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, അത് അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം. ഈ വിശകലനം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണോ, കണക്കുകൾ? സ്റ്റാറ്റിസ്റ്റിക്സിന് നല്ല പങ്കുണ്ട്. ഇപ്പോ 2 കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് നോക്കാനായിട്ട് കോറിലേഷൻ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. കോറിലേഷൻ? അതെ. അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഡേറ്റയിൽ നിന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ കണ്ടുപിടിക്കുന്ന ഫാക്ടർ അനാലിസിസ് പോലുള്ള ടെക്നിക്കുകളുണ്ട്. ഫാക്ടർ അനാലിസിസ്? അതെ. ഓക്കെ. പക്ഷെ എപ്പോഴും കണക്ക് മാത്രമാവണമെന്നില്ല വിശകലനം. കിട്ടിയ വിവരങ്ങളെ നമ്മൾ യുക്തിപരമായി വ്യാഖ്യാനിക്കുന്നത്, തിയറികളുമായി ബന്ധിപ്പിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമുക്കിന്ന് ഇതിലെ പ്രധാനപ്പെട്ട ചില രീതികളിലേക്കൊന്ന് കടന്നു നോക്കാം. ശരി. എങ്കിൽ പിന്നെ നിരീക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒബ്സർവേഷണൽ മെത്തേഡ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടല്ലോ. ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരുന്ന് കുറിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളല്ല. കാഴ്ചയിൽ അങ്ങനെ തോന്നുമെങ്കിലും ഇത് വെറുതെ നോക്കിയിരിക്കലല്ല. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, വ്യവസ്ഥാപിതമാണ്. സിസ്റ്റമാറ്റിക്? അതെ. എന്തു നോക്കണം, എങ്ങനെ റെക്കോർഡ് ചെയ്യണം, അതിനെ എങ്ങനെ തരംതിരിക്കണം, അതായത് കോഡിംഗ്, ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. പിന്നെ പലതരമുണ്ട്. ഗവേഷകൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്ന് നിരീക്ഷിക്കാം. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. കൂടെ നിന്നുണ്ട്. അതെ. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കാം, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ചിലപ്പോൾ ഒരു ലാബ് പോലെ കൺട്രോൾഡായ സാഹചര്യത്തിലാവാം, നിയന്ത്രിതമായ സാഹചര്യം. അതെ. അല്ലെങ്കിൽ ആളുകൾ സാധാരണ ജീവിക്കുന്ന പോലെ നാച്ചുറൽ സെറ്റിംഗ്സിൽ അൺകൺട്രോൾഡായിട്ട് നിരീക്ഷിക്കാം. എന്ത് കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, പ്ലാൻ ചെയ്തുള്ളത്. അതെ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്ലാനില്ലാതെ കാണുന്നത് കുറിച്ചെടുക്കുന്നത് അൺസ്ട്രക്ചേർഡ്. ശരി. ഈ സ്രോതസ്സുകളിൽ ഒരിടത്ത് വായിച്ചതോർക്കുന്നു, കുട്ടികളുടെ കളിസ്ഥലത്ത് അവരുടെ അഗ്രഷൻ, അതായത് ആക്രമണ ഉത്സുകത, അത് നിരീക്ഷിക്കാൻ ചെന്ന ഗവേഷകരെ കണ്ടപ്പോൾ കുട്ടികൾ കളി നിർത്തി ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ ഇതിന്, പരിമിതികൾ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. താങ്കൾ പറഞ്ഞതൊരു ക്ലാസിക് ഉദാഹരണമാണ്. അതിനെയാണ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. റിയാക്ടിവിറ്റി? അതെ. നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമ്മുടെ സ്വാഭാവിക പെരുമാറ്റത്തിൽ മാറ്റം വരും. ഇത് ഈ രീതിയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. ശരിയാണ്. മറ്റൊന്ന് ഒബ്സർവർ ബയാസ്, അതായത് ഗവേഷകന്റെ സ്വന്തം ഇഷ്ടങ്ങൾ, മുൻവിധികൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ കാണുന്നതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഗവേഷകൻ കാണാൻ ആഗ്രഹിക്കുന്നത് കാണും പോലെ. ഒരു പരിധിവരെ അതെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിരീക്ഷണം കൊണ്ട് മാത്രം ഒരു കാര്യം ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ആ കാരണഫലം ബന്ധം അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം ഫലം പറയാൻ പറ്റില്ല. പറ്റില്ല. പക്ഷേ ഗുണങ്ങൾ,
ആളുകൾ ലാബിലല്ലാതെ അവരുടെ ശരിക്കുള്ള ലോകത്ത് സ്വാഭാവികമായി എങ്ങനെ പെരുമാറുന്നു എന്ന് കാണാൻ ഇത് നല്ലതല്ലേ? ചിലപ്പോ പുതിയ ഐഡിയകൾ കിട്ടില്ലേ? തീർച്ചയായും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. റിയൽ ലൈഫ് സിറ്റുവേഷനിലെ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പഠിക്കാൻ ഇതിലും നല്ല രീതി കുറവാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചിലപ്പം കാണാൻ പറ്റും. അത് പുതിയ തിയറികൾ ഉണ്ടാക്കാൻ, ഹൈപ്പോത്തീസിസ് ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പുതിയ ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ കൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് കാണാം. പക്ഷെ കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിന് കാരണമാണോ എന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ അവിടെയാണോ ഈ അടുത്ത രീതി, കോറിലേഷണൽ മെത്തേഡ്, സഹബന്ധ രീതി വരുന്നത്? ഉദാഹരണത്തിന് ഈ മെറ്റീരിയൽസിലെ ഓരോരുത്തർ പറയുന്ന പോലെ ഒരാളുടെ സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസവും അയാളുടെ പഠനത്തിലെ മാർക്കും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാൻ ഇത് പറ്റുമോ? സ്വാഭാവികമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുന്ന രീതിയാണ് കോറിലേഷണൽ മെത്തേഡ്. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേത് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, അതോ ഒരു മാറ്റവുമില്ലേ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ആത്മവിശ്വാസം കൂടുമ്പോൾ അക്കാദമിക് പെർഫോമൻസ് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, ആ ഒരു ബന്ധം, അസോസിയേഷൻ, അതിന്റെ ശക്തിയും ദിശയും ഒക്കെ നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് കോറിലേഷൻ കിട്ടിയെന്ന് വെക്ക്. അതായത് ആത്മവിശ്വാസം കൂടുമ്പോൾ പെർഫോമൻസും കൂടുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാലോ, ആത്മവിശ്വാസം കൂട്ടിയാൽ മാർക്ക് കൂടുമെന്ന്. അവിടെയാണ് ഏറ്റവും വലിയ ട്രാപ്പ്. സോഷ്യൽ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കൺസെപ്റ്റാണിത്. കോറിലേഷൻ കാരണഫലമല്ല. കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. ഓക്കെ, ഇത് അടിവരയിടേണ്ട കാര്യമാണ്. ഒന്ന് മറ്റൊന്നിന് കാരണമാണെന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? ചിലപ്പോ അത് വ്യക്തമാണെന്ന് തോന്നുമല്ലോ. കാരണം 3 സാധ്യതകളുണ്ട്. 1, താങ്കൾ പറഞ്ഞതുപോലെ ആത്മവിശ്വാസം കാരണം പെർഫോമൻസ് കൂടുന്നതാവാം. ശരി. 2, നേരെ തിരിച്ചു സംഭവിക്കാം. പെർഫോമൻസ് നന്നാവുന്നതുകൊണ്ട് ആത്മവിശ്വാസം കൂടുന്നതാവാം. റിവേഴ്സ് കോസേഷൻ. അതും ശരിയാണല്ലോ. 3, ഒരു മൂന്നാമത്തെ കാരണമുണ്ടാവാം, ഒരു തേർഡ് വേരിയബിൾ. ഈ ആത്മവിശ്വാസത്തെയും പെർഫോമൻസിനെയും ഒരുപോലെ സ്വാധീനിക്കുന്ന മറ്റെന്തെങ്കിലും. ഉദാഹരണത്തിന് നല്ല കുടുംബ സാഹചര്യം അല്ലെങ്കിൽ ഉയർന്ന ബുദ്ധിശക്തി. ഇത് രണ്ടും ഒരേ സമയം ആത്മവിശ്വാസവും കൂട്ടാം, പെർഫോമൻസും കൂട്ടാം. അപ്പോ ആത്മവിശ്വാസവും പെർഫോമൻസും തമ്മിൽ ബന്ധം കാണും. പക്ഷെ കാരണം ഇവ രണ്ടുമല്ല, മൂന്നാമതൊന്നാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്, 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്ന് മറ്റേതിന്റെ കാരണമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അതെ, അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു തെറ്റാണ്. അപ്പോൾ പിന്നെ ഈ കൊറിലേഷണൽ രീതിയുടെ ഗുണം എന്താണ്? എപ്പോഴാണിത് ഉപയോഗിക്കുക? ഗുണങ്ങളുണ്ട്. റിയൽ വേൾഡില് സ്വാഭാവികമായി എങ്ങനെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് നല്ലതാണ്. ഓക്കെ. പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ, ചിലപ്പോൾ ധാർമ്മികമായ കാരണങ്ങൾ കൊണ്ട്. ഉദാഹരണത്തിന് പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം. അവിടെ പരീക്ഷണം നടത്താൻ പറ്റില്ലല്ലോ. ഇല്ല. അത്തരം കാര്യങ്ങൾ പഠിക്കാൻ കോറിലേഷൻ ഉപയോഗിക്കാം. ഒരുപാട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം ഒരേ സമയം നോക്കാൻ പറ്റും. പുതിയ റിസർച്ചിനുള്ള ചില സൂചനകൾ കിട്ടാനും ഇത് സഹായിക്കും. എക്സ്പ്ലറേറ്ററി റിസർച്ച്. പക്ഷേ കാരണം കണ്ടെത്തണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അതെ, പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്. കാരണം ഫലം, കോസ് ആൻഡ് ഇഫക്റ്റ്, അത് സ്ഥാപിക്കാൻ ഏറ്റവും ബെസ്റ്റ് രീതി ഇതാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിനെ അത്ര സ്ട്രോങ് ആക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസൊക്കെ ഇതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഇതിന്റെ പവർ വരുന്നത് പ്രധാനമായും 2 കാര്യങ്ങളിൽ നിന്നാണ്. 1, മാനിപ്പുലേഷൻ, അതായത് കൃത്രിമത്വം. 2, റാൻഡം അസൈൻമെന്റ്, ക്രമരഹിതമായ വിഭജനം. മാനിപ്പുലേഷനും റാൻഡം അസൈൻമെന്റും. അതെ, ഇവിടെ ഗവേഷകൻ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. കാരണം ഇതാണെന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു ഫാക്ടർ. അതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. അതിൽ ഗവേഷകൻ ബോധപൂർവം മാറ്റം വരുത്തും. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാറ്റം വരുത്തും. എന്നിട്ട് ഈ മാറ്റം അതിന്റെ ഫലമെന്ന് നമ്മൾ കരുതുന്ന മറ്റൊന്നിൽ, അതായത് ഡിപെൻഡന്റ് വേരിയബിളിൽ എന്ത് സ്വാധീനമുണ്ടാക്കുന്നു എന്ന് അളന്നു നോക്കും. ഉദാഹരണം പറയാമോ? ഇപ്പോ ഒരു സിനിമയിലെ വയലൻസിന്റെ അളവ്, അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അത് നമ്മൾ മാറ്റുന്നു. ചിലരെ കൂടുതൽ വയലൻസ് ഉള്ള സിനിമ കാണിക്കുന്നു, ചിലരെ കുറവുള്ളത്. എന്നിട്ട് അത് കണ്ടതിനു ശേഷം അവരുടെ പെരുമാറ്റത്തിലെ അഗ്രഷൻ, ആക്രമണോത്സുകത, അത് അളക്കുന്നു. അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ.
ശരി. അപ്പോ മറ്റേ പ്രധാന കാര്യം റാൻഡം അസൈൻമെന്റ്. ആളുകളെ ഈ ഗ്രൂപ്പുകളിലേക്ക്, അതായത് വയലൻസ് ഉള്ള സിനിമ കാണുന്ന ഗ്രൂപ്പ്, ഇല്ലാത്ത ഗ്രൂപ്പ്, ഇതിലേക്ക് വെറുതെ അങ്ങ് തിരിച്ചാ പോരെ? എന്തിനാണ് ഈ ക്രമരഹിതമായി തിരിക്കുന്നത്? പോരാ, വെറുതെ തിരിച്ചാ പോരാ. റാൻഡമായിട്ട്, അതായത് ഓരോരുത്തർക്കും ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും എത്താൻ തുല്യ സാധ്യത കൊടുത്ത് നമ്മൾ തിരിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണത്? പരീക്ഷണം തുടങ്ങുന്നതിനു മുൻപ് ആ ഗ്രൂപ്പുകൾ ശരാശരിയിൽ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്രായം, സ്വഭാവം, പശ്ചാത്തലം, അങ്ങനെ എല്ലാത്തിലും. ഓ, അങ്ങനെ തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാതാക്കാൻ. അതെ, അത് വളരെ പ്രധാനമാണ്. കാരണം പരീക്ഷണം കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഡിപ്പെൻഡന്റ് വേരിയബിളിലെ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അത് തുടക്കത്തിലെയുള്ള വ്യത്യാസം കൊണ്ടല്ല, മറിച്ച് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുത്തിയ മാറ്റം കൊണ്ടാണെന്ന് നമുക്ക് കൂടുതൽ ഉറപ്പോടെ പറയാൻ പറ്റും. അപ്പോ അതാണ് കാരണം ഫലം ഉറപ്പിക്കാൻ സഹായിക്കുന്നതല്ലേ? ഈ സ്രോതസ്സുകളിൽ പറയുന്ന ലീബർട്ട് ആൻഡ് ബാരൻ സ്റ്റഡി കുട്ടികളെ വെച്ചിട്ടുള്ളത് അതൊരു നല്ല ഉദാഹരണമാണെന്ന് തോന്നുന്നു. അതെ. കുട്ടികളെ റാൻഡമായിട്ട് 2 ഗ്രൂപ്പാക്കി. ഒരു ഗ്രൂപ്പിന് വയലൻസ് ഉള്ള TV പ്രോഗ്രാം കാണിച്ചു, മറ്റേതിന് സ്പോർട്സ് പ്രോഗ്രാം കാണിച്ചു. എന്നിട്ടൊരു ഗെയിമില് വേറൊരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യണോ അതോ ഹേർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ വയലൻസ് കണ്ട കുട്ടികൾ ഹേർട്ട് ചെയ്യാനുള്ള ബട്ടൺ കൂടുതൽ അമർത്തിയെന്ന്. അതെ. റാൻഡം അസൈൻമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ആ കണ്ട പ്രോഗ്രാം കൊണ്ടാണോ അതോ ആ കുട്ടികൾ ഓൾറെഡി അഗ്രസീവ് ആയിരുന്നോ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. കറക്റ്റ്. അതാണ് റാൻഡം അസൈൻമെന്റിന്റെ ഗുണം. അതുപോലെ ഈ പരീക്ഷണങ്ങളിൽ മറ്റ് ഘടകങ്ങളെ, അതായത് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ പരമാവധി കൺട്രോൾ ചെയ്യാനും ശ്രമിക്കും. ഉദാഹരണത്തിന്, റൂമിലെ ചൂട്, വെളിച്ചം, ശബ്ദം, ഇതൊക്കെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒരുപോലെയാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത്രയധികം നിയന്ത്രണങ്ങൾ വരുമ്പോൾ അത് യഥാർത്ഥ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാവില്ലേ? ഒരു ലാബിൽ കണ്ടെത്തുന്ന കാര്യം പുറം ലോകത്തും അതുപോലെ തന്നെ വർക്ക് ചെയ്യോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെയാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി, ബാഹ്യ സാധുത, അതിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. എക്സ്റ്റേണൽ വാലിഡിറ്റി. അതെ. ലാബിലെ ആ കൃത്രിമ സാഹചര്യം അത് റിയൽ ലൈഫുമായിട്ട് സാമ്യമുണ്ടാവണമെന്നില്ല. അപ്പോ ലാബിലെ റിസൾട്ട് പുറത്തേക്ക് ജനറലൈസ് ചെയ്യുന്നതിൽ, സാമാന്യവൽക്കരിക്കുന്നതിൽ പരിമിതികളുണ്ട്. അപ്പോൾ അതിനെന്താ പരിഹാരം ഒക്കെയുള്ളത്? നടത്താൻ പറ്റില്ലായിരിക്കുമല്ലോ. ചിലപ്പോൾ പ്രായോഗികമായി ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ധാർമ്മികമായി ശരിയല്ലാത്തതുകൊണ്ടാവാം. അതെ. ഉദാഹരണത്തിന്, ഒരു പുതിയ ചികിത്സാരീതി ടെസ്റ്റ് ചെയ്യണം. പക്ഷെ കുറേ പേർക്ക് അത് കൊടുക്കുകയും കുറേ പേർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തു ചെയ്യും? അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ക്വാസി എക്സ്പെരിമെന്റൽ? അതെ. ക്വാസി എന്ന് വെച്ചാൽ ഏതാണ്ട് അല്ലെങ്കിൽ സമാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇത് യഥാർത്ഥ പരീക്ഷണം പോലെയാണ്, പക്ഷേ അതിലെ എല്ലാ കണ്ടീഷൻസും പാലിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് റാൻഡം അസൈൻമെന്റ് ഉണ്ടാവില്ല. ഓക്കെ, റാൻഡം അസൈൻമെന്റ് ഉണ്ടാവില്ല മിക്കവാറും. ഗവേഷകൻ നിലവിലുള്ള ഗ്രൂപ്പുകളെ, സ്വാഭാവികമായി രൂപപ്പെട്ട ഗ്രൂപ്പുകളെ എടുത്ത് താരതമ്യം ചെയ്യുകയാണ് പതിവ്. ഉദാഹരണത്തിന്, ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഒരു പുതിയ ട്രെയിനിങ് കൊടുത്തു. എന്നിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ് കിട്ടാത്ത വേറൊരു ഫാക്ടറിയിലെ തൊഴിലാളികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആരെയും റാൻഡമായിട്ടല്ല ഗ്രൂപ്പിലാക്കിയത്. ശരി. അപ്പോൾ കാരണം ഫലം അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ? കാരണം ആ ഫാക്ടറികൾ തമ്മിലോ ആ തൊഴിലാളികൾ തമ്മിലോ തുടക്കത്തിലെ വ്യത്യാസങ്ങളുണ്ടാവാം. അത് ഈ ട്രെയിനിങ്ങിന്റെ ഫലത്തെ ബാധിക്കാം. തീർച്ചയായും. കാരണം ഫലം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ക്വാസി എക്സ്പെരിമെന്റുകൾക്ക് യഥാർത്ഥ പരീക്ഷണങ്ങളെക്കാൾ ലിമിറ്റേഷൻസ് ഉണ്ട്. ഗ്രൂപ്പുകൾ തുടക്കത്തിൽ ഈക്വൽ ആയിരുന്നോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ കാണുന്ന വ്യത്യാസത്തിന് കാരണം നമ്മൾ പഠിക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണോ എന്ന് 100% ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും റിയൽ വേൾഡ് സെറ്റിംഗ്സിൽ പഠനം നടത്താൻ ഇത് മാത്രമേ വഴിയുണ്ടാവൂ. യഥാർത്ഥ പരീക്ഷണം പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരു ഏകദേശ ധാരണ കിട്ടാൻ ഇത് സഹായിക്കും. പിന്നെ ലാബ് എക്സ്പെരിമെന്റിനേക്കാൾ റിയലിസം, യാഥാർത്ഥ്യബോധം ഇതിന് കൂടുതലായിരിക്കും. ശരിയാണ്. ഈ പരീക്ഷണങ്ങൾക്ക് തന്നെ പല ഡിസൈനുകളുണ്ട്, രൂപകൽപ്പനകൾ എന്നും ഈ സ്രോതസ്സുകളിൽ പറയുന്നുണ്ട്. അതിലൊന്ന് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അതെന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ? അതൊരു ബേസിക് എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇപ്പോ നിങ്ങളൊരു പുതിയ ടീച്ചിങ് മെത്തേഡ് പരീക്ഷിക്കാൻ പോകുന്നു എന്ന് കരുതുക. ഓക്കെ. നിങ്ങൾ കുട്ടികളെ റാൻഡമായിട്ട് 2 ഗ്രൂപ്പാക്കുന്നു. ഒരു ഗ്രൂപ്പിന്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് പുതിയ രീതി,
എക്സ് വെച്ച് പഠിപ്പിക്കുന്നു. മറ്റേ ഗ്രൂപ്പിന്, കൺട്രോൾ ഗ്രൂപ്പിന് പഴയ രീതിയിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് പഠിപ്പിച്ചതിന് ശേഷം രണ്ട് ഗ്രൂപ്പിന്റെയും പഠന നിലവാരം ഔട്ട്കം ഒരു ടെസ്റ്റ് വെച്ച് അളക്കുന്നു. ശേഷം മാത്രം പോസ്റ്റ് ടെസ്റ്റ്. അതെ, അതുകൊണ്ടാണ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി. ഈ രണ്ട് ഗ്രൂപ്പിന്റെയും സ്കോറുകൾ ഓസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെങ്കിൽ പുതിയ രീതി എക്സ് എഫക്റ്റീവ് ആണെന്ന് പറയാം. റാൻഡം അസൈൻമെന്റ് ഉള്ളതുകൊണ്ട് തുടക്കത്തിൽ ഗ്രൂപ്പുകൾ തുല്യമായിരുന്നു എന്നും അനുമാനിക്കാം. ഈ പരീക്ഷണങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ചില ത്രെറ്റ്സ് ടു വാലിഡിറ്റി, അതായത് സാധുതയ്ക്കുള്ള ഭീഷണികൾ എന്ന് പറയുന്നുണ്ടല്ലോ. പഠനം നടക്കുമ്പോഴുള്ള മറ്റു സംഭവങ്ങൾ, ഹിസ്റ്ററി, കുട്ടികൾക്ക് സ്വാഭാവികമായി പ്രായം കൂടുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, മച്ചുരേഷൻ ഒക്കെ ഫലത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന്. അതെ, അതൊക്കെ ഗവേഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നല്ലൊരു ഡിസൈൻ ഇത്തരം ഭീഷണികളെ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് ഇതിനെയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കില്ലേ? തീർച്ചയായും. കാരണം ഈ ഹിസ്റ്ററി, മെച്ചുറേഷൻ പോലുള്ള കാര്യങ്ങൾ രണ്ട് ഗ്രൂപ്പിനെയും ഒരുപോലെ ബാധിക്കും എന്ന് കരുതാം. അപ്പോ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം ട്രീറ്റ്മെന്റിന്റെ ഫലമാണെന്ന് അനുമാനിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ പ്രീ ടെസ്റ്റ് നടത്തുന്നത് ചിലപ്പോൾ പോസ്റ്റ് ടെസ്റ്റിനെ സ്വാധീനിക്കും. ടെസ്റ്റിംഗ് ഇഫക്റ്റ് ഇതൊക്കെ പരിഗണിച്ചു വേണം ഡിസൈൻ തിരഞ്ഞെടുക്കാൻ. ശരി, നമ്മളിപ്പം നിരീക്ഷണം, സഹബന്ധം, പരീക്ഷണം, ക്വാസി പരീക്ഷണമൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ വേറെയും ചില സമീപനങ്ങൾ ഈ മെറ്റീരിയൽസിൽ കാണുന്നുണ്ട്. എത്നോഗ്രഫി, പിന്നെ മെറ്റാ അനാലിസിസ്, അതെന്താണ്? അതെ, അതും പ്രധാനപ്പെട്ടതാണ്. എത്നോഗ്രഫി എന്ന് പറയുന്നത് നരവംശശാസ്ത്രം, ആന്ത്രോപോളജി, സോഷ്യോളജി ഇതിൽ നിന്നൊക്കെ വന്നൊരു രീതിയാണ്. ഇതൊരു ക്വാളിറ്റേറ്റീവ്, അതായത് ഗുണാത്മകമായ രീതിയാണ്. ക്വാളിറ്റേറ്റീവ്. അതെ, ഒരു പ്രത്യേക കൾച്ചർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവരെ ആഴത്തിൽ മനസ്സിലാക്കാൻ, അവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന രീതിയാണിത്. ഗവേഷകൻ ആ ഗ്രൂപ്പിന്റെ കൂടെ താമസിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയായി നിന്നുകൊണ്ട് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വിവരങ്ങൾ ശേഖരിക്കും. നമ്പറുകളേക്കാൾ വിവരണങ്ങൾക്കും അനുഭവങ്ങൾക്കുമാണ് ഇവിടെ പ്രാധാന്യം. ഇൻസൈഡർ പെർസ്പെക്റ്റീവ് കിട്ടാൻ നല്ലതാണല്ലേ? അതെ, വളരെ നല്ലതാണ്. അവരുടെ ലോകം അവരുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നു. പിന്നെ മെറ്റാ അനാലിസിസ്, അത് ഒരുപാട് സ്റ്റഡീസിനെ ഒരുമിപ്പിക്കുന്ന ഒന്നാണോ? അതെ, ഒരു പ്രത്യേക ടോപ്പിക്കില് മുൻപ് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടാകുമല്ലോ. ഉണ്ടാവും. ആ പഠനങ്ങളുടെ എല്ലാം റിസൾട്ടുകൾ എടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് അതിനെ ഒരുമിച്ച് വിശകലനം ചെയ്യുന്ന രീതിയാണ് മെറ്റാ അനാലിസിസ്. അതിന്റെ ഗുണം? പല പഠനങ്ങൾ ചിലപ്പോൾ പല റിസൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താണൊരു ട്രെൻഡ്, ഈ കണ്ടെത്തലിന് എത്രത്തോളം സ്ഥിരതയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ മെറ്റാ അനാലിസിസ് സഹായിക്കും. നേരത്തെ പറഞ്ഞ ഈഗ്ലിയും ക്രൗളിയും ജെൻഡറും സഹായിക്കാനുള്ള പ്രവണതയും തമ്മിലുള്ള ബന്ധം നോക്കാൻ 172 സ്റ്റഡീസാണ് ഒരുമിച്ച് അനലൈസ് ചെയ്തത്. 172 എണ്ണം? അതെ, അപ്പോൾ ഒരു സിംഗിൾ സ്റ്റഡിയേക്കാൾ കൂടുതൽ ശക്തമായ ഒരു നിഗമനത്തിലെത്താൻ ഇത് സഹായിക്കും. കൊള്ളാം. അപ്പം ശരിക്കും സാമൂഹിക മനഃശാസ്ത്രജ്ഞരുടെ കയ്യിൽ പലതരം ടൂൾസ് ഉണ്ട്. വെറുതെ നോക്കിയിരിക്കുന്നത് മുതൽ സൂക്ഷ്മമായി നിയന്ത്രിച്ച് പരീക്ഷിക്കുന്നത് വരെ, പിന്നെ ഒരുപാട് പഠനങ്ങളെ ഒരുമിച്ച് ചേർത്ത് അനലൈസ് ചെയ്യുന്നത് വരെ. ഈ രീതികളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ. ഇതിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് എടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാമൂഹിക മനഃശാസ്ത്ര കണ്ടെത്തലുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അത് പത്രത്തിലായാലും ഓൺലൈനിലായാലും, അതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതിന് പകരം ഒരു നിമിഷം ആലോചിക്കുക. ഇതേത് രീതി ഉപയോഗിച്ച് കണ്ടെത്തിയ കാര്യമാണ്? ആ രീതി എന്തായിരുന്നു എന്ന് ചിന്തിക്കുക. അതെ, കാരണം ഓരോ രീതിക്കും അതിൻ്റെതായ ശക്തിയും പരിമിതിയുമുണ്ട്. ഒബ്സർവേഷൻ അതിൻ്റെതായ ഗുണമുണ്ട്, പക്ഷെ കാരണം പറയാൻ പറ്റില്ല. കോറിലേഷന് ബന്ധം കാണിക്കാം, പക്ഷെ കാരണം ഉറപ്പില്ല. എക്സ്പെരിമെന്റിന് കാരണം പറയാം, പക്ഷെ ചിലപ്പോൾ അത് റിയൽ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. ഒരു രീതിയും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഒരു കണ്ടെത്തലിന്റെ വിശ്വാസ്യത അളക്കാൻ ആ രീതിയുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് കൂടി അറിയണം. പലപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും നല്ല ചിത്രം കിട്ടുന്നത് പല രീതിയിലുള്ള പഠനങ്ങളിൽ നിന്ന് ഒരേപോലെയുള്ള ഉത്തരം കിട്ടുമ്പോഴാണ്. കൺവേർജിംഗ് എവിഡൻസ്. അപ്പോ ശ്രോതാവായ നിങ്ങൾക്കൊരു അവസാന ചിന്ത തരാം. അടുത്ത തവണ നിങ്ങൾ ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു പഠനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കേൾക്കുമ്പോൾ ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കൂ. ഈ കണ്ടെത്തലിന് പിന്നിൽ എന്ത് രീതിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? അത് വെറും നിരീക്ഷണമായിരുന്നോ,
അതോ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രം നോക്കിയതാണോ? അതോ ഒരു കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആയിരുന്നോ? ആ രീതി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ആ കണ്ടെത്തലിന് നമുക്ക് എത്രത്തോളം ഉറപ്പോടെടുക്കാം? ഈയൊരു ചോദ്യം മനസ്സിൽ വയ്ക്കുന്നത് നമ്മൾ കേൾക്കുന്ന വിവരങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് സമീപിക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും.